ഫ്രണ്ട്സ് ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാഗ്രാം വഴി സമാധാനമായിട്ടിരുന്ന് ചാറ്റ് ചെയ്യാൻ പറ്റില്ല മെയ് 8 കഴിഞ്ഞാൽ. അതെ ഫ്രണ്ട്സ്, മെയ് 8 കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ചാറ്റിംഗ് സേഫ് ആണ്. അതായത് നമ്മളിപ്പോൾ ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിനോ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ കാണൂ, സെൻഡ് ചെയ്യുന്ന ആളും അത് റിസീവ് ചെയ്യുന്ന ആളും. പക്ഷേ മെയ് 8 കഴിഞ്ഞാൽ ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാഗ്രാം എടുത്ത് കളയാണ്. അത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമല്ല ഈ ഒരു മെസ്സേജ് കാണാൻ സാധിക്കുക, ഇൻസ്റ്റാഗ്രാമിനും കാണാൻ സാധിക്കും. ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഒക്കെ അത്ര വലിയ പ്രൈവറ്റ് ആയിരിക്കില്ല. ഇത് മാത്രമല്ല, നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഒന്നും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ക്ലൗഡ് സെർവറിലെല്ലാം സേവ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ സെർവർ ആരെങ്കിലും അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൂടെ നമ്മുടെ മെസ്സേജും ചാറ്റും ഫോട്ടോസും എല്ലാം പോകും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്തിനാണ് ഇൻസ്റ്റാഗ്രാം ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇപ്പൊ എടുത്ത് കളയണേന്ന്. കാരണം ഇൻസ്റ്റാഗ്രാം വഴി ആരും അറിയാതെ ഒരുപാട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സ്കാം നടക്കുന്നുണ്ട്, അബ്യൂസ് നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോലും അത് അറിയുന്നുണ്ടാവത്തില്ല ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മെസ്സേജ് വഴി എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കാനും സാധിക്കും. എന്തായാലും മെയ് 8 മുതൽ ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അയക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ. ഇനി മെസ്സേജസ് ഒന്നും അത്ര സേഫ് ആയിരിക്കില്ല.